സ്ട്രക്ചറൽ അനാലിസിസിലെ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് സെയിം നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ള അപ്രോക്സിമേറ്റ് മെത്തേഡ് ഓഫ് അനാലിസിസ് തന്നെയാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡീൽ ചെയ്തത് മൊത്തം വെർട്ടിക്കൽ ലോഡിനെ എങ്ങനെ അനലൈസ് ചെയ്യാമെന്നുള്ളതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൊറിസോണ്ടൽ ലോഡിനെ എങ്ങനെ അനലൈസ് ചെയ്യാമെന്നുള്ളതാണ്. ഹൊറിസോണ്ടൽ ലോഡ് നമ്മളിവിടെ വിൻ ലോഡിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എർത്ത് ലോഡ്സും ഹൊറിസോണ്ടൽ തന്നെയുണ്ട്. പക്ഷേ അതിൽ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എർത്ത് വേക്ക് ഡിസൈനൊക്കെ വരുമ്പോൾ കേസുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ വിൻ ലോഡ് എന്നുള്ള രീതിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ലോഡ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 മെത്തേഡാണ് യൂസ് ചെയ്യാറുള്ളത് ജനറലായിട്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോർട്ടൽ ഫ്രെയിം മെത്തേഡ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്യാൻറ്റിലിവർ മെത്തേഡ്, തേർഡ് വൺ എന്ന് പറയുന്നത് ഫാക്ടർ മെത്തേഡ്. അപ്പോൾ നമ്മളുടെ സിലബസിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത് പോർട്ടൽ ഫ്രെയിം മെത്തേഡും ക്യാൻറ്റിലിവർ മെത്തേഡും മാത്രമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് തിയറി കാര്യങ്ങൾ നോക്കാം. ആദ്യം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിൻഡ് അല്ലെങ്കിൽ എർത്ത് ക്വേക്ക് ലോഡ്സ് ഒക്കെ വരുന്നത് എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചില എഫക്ട്സ് കാരണം കൊണ്ടാണ്. അങ്ങനെ നമ്മളുടെ ഫ്രെയിം എന്ന് ഉദ്ദേശിക്കുന്നത് ബീം കോളമൊക്കെ കൺസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു എൻറ്റയർ സ്ട്രക്ചറിനെയാണ്. ആ ഫ്രെയിമിലേക്ക് ലാറ്ററലായിട്ടാണ് ഈ എല്ലാ ഫോഴ്സസിനും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ഫോഴ്സസ് എന്ന് പറയുന്നത് അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് വഴി അവിടെ ഒരു ആക്സിയൽ ഫോഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നമ്മുടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് ബീമിൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എഫക്റ്റ് വരുന്നത് കോളത്തിലായിരിക്കും. അപ്പോൾ ഈ കോളത്തിൽ ഒരു ആക്സിയൽ ഫോഴ്സ് കാരണം കൊണ്ട് അവിടെ ഒരു ബെൻഡിങ് മൊമെൻറ്റ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ബെൻഡിങ് മൊമെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മളിതിൽ കൂടുതലും പഠിക്കാൻ പോകുന്നത്. ഇനി ഇങ്ങനെയുള്ള ഫോഴ്സസ് എല്ലാം നമ്മൾ പറയുന്ന എപ്പോഴും ഒരു ജോയിൻറ്റിൽ അത് ആക്ട് ചെയ്യുന്നുള്ള രീതിയിലാണ് എടുക്കുക. അങ്ങനെ നമുക്കത് ഈ ഒരു ഫുൾ ഫോഴ്സസിനെ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മൾട്ടി സ്റ്റോറേജ് സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഈ പറയുന്ന പോർട്ടൽ ഫ്രെയിം മെത്തേഡോ ക്യാൻറ്റിലിവർ മെത്തേഡോ ഫാക്ടർ മെത്തേഡോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം പോർട്ടൽ ഫ്രെയിം മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഏത് മെത്തേഡ് നമ്മൾ പഠിച്ചാലും ആദ്യം നമ്മൾ കുറച്ച് അസംഷൻസ് പഠിക്കണം. ആ ഒരു മെത്തേഡിൽ നമ്മൾ എന്തൊക്കെ അസംഷൻസ് എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇതിൽ പോർട്ടൽ ഫ്രെയിം മെത്തേഡിൻ്റെ അസംഷൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ ആണ് പറയുന്നത്. പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലെക്ചറിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമുക്കറിയാം പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റ് 0 ആവുന്ന പോയിൻ്റ് ഏതാണ് അതാണ് നമ്മളുടെ പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫ്രെയിമിലെ ഏത് മെമ്പർ എടുത്താലും ആ മെമ്പറിൻ്റെ എല്ലാം സെൻട്രൽ പോയിൻ്റ്, അതായത് മിഡ് പോയിന്റിലായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഇനി സെക്കൻഡ് അസംഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കോളത്തിന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കോളംസ് ഒരു 1-2 കോളംസ് അല്ല ഉണ്ടാവുക. നമുക്ക് ഒരു 3-4-5 കോളംസ് ഒക്കെ ഉള്ളൊരു ഫ്രെയിമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിലെ എക്സ്റ്റീരിയർ കോളംസും ഉണ്ടാവും, കുറച്ച് ഇൻറ്റീരിയർ കോളംസും ഉണ്ടാവും. അപ്പോൾ ഈ എക്സ്റ്റീരിയർ കോളത്തിലുണ്ടാവുന്ന ഫോഴ്സ് ഹൊറിസോണ്ടൽ ഷിയർ ഉണ്ടാവും. ആ ഹൊറിസോണ്ടൽ ഷിയറിൻ്റെ ഇരട്ടി, അതായത് ഡബിൾ ആയിട്ടായിരിക്കും നമുക്ക് ഇൻറ്റീരിയർ കോളത്തിൽ ആക്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ വെച്ചിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്, അതൊന്ന് നോക്കാം. നമുക്കിപ്പോൾ ഇവിടെ ABCD എന്ന് പറഞ്ഞിട്ട് അതുപോലെ EFGH IJKL അങ്ങനെ 3 സെറ്റായിട്ടുള്ളൊരു ഫ്രെയിമാണ് കാണിച്ചേക്കുന്നത്. ഈ ഫ്രെയിമിൽ നമുക്കിപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സസിനെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലായിട്ട് നമുക്കൊരു R എന്ന് പറയുന്ന ഫോഴ്സ് വരുന്നുണ്ട്. രണ്ടാമത്തേൽ നമുക്ക് Q എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ, അതായത് എപ്പോഴും മിഡ് പോയിന്റിലായിരിക്കും ആ പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ ആക്ട് ചെയ്യാന്ന് പറഞ്ഞു. എല്ലാ മെമ്പറെന്നും പറഞ്ഞിട്ടുണ്ട്. ഫോർ ഓൾ മെമ്പേഴ്സ് പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ ഈസ് അറ്റ് ദ സെൻറ്റർ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ AB എന്ന് പറയുന്ന കോളത്തിൻ്റെ സെൻറ്ററിലായിരിക്കും അവിടുത്തെ പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ വരാം. AE എന്ന് പറയുന്ന കോളത്തിൻ്റെ പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ അതിൻ്റെ സെൻറ്ററിലായിരിക്കും വരിക. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരുന്ന ഒരു അസംഷൻ എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ കോളം, അതായത് ഇപ്പോൾ ഇവിടെ Iയും Lയും ഉള്ളതാണ് ഈ എക്സ്റ്റീരിയർ കോളം എന്ന് പറയുന്നത്. അവിടെ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഷിയർ, അതായത് P എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ഷിയർ എന്ന് പറയുന്നത് അതിന് ഡബിൾ ആയിട്ടായിരിക്കും നമ്മൾ ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ വരാം. എക്സ്റ്റീരിയർ കോളം എന്ന് പറയുന്നത് ഇവിടെ Iയും Lയും ആണെങ്കിൽ Jയും Kയും ആണ് ഇവിടുത്തെ ഇൻറ്റീരിയർ കോളംസ്. അപ്പോൾ അവിടേക്ക് എത്തുമ്പോൾ അതെന്താവും 2P, അതായത് P ആണ് എക്സ്റ്റീരിയേഴ്സിൽ ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ടായിരിക്കും ഷിയർ എന്ത് ചെയ്യുന്നത് ഇൻറ്റീരിയറിൽ ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടെ 2P വന്നത്. ഇനി നമുക്ക് ഇതിലെങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ് കാൽക്കുലേഷനും കാര്യങ്ങളെന്നൊക്കെ നോക്കാം. നമുക്കിവിടെ ഹൊറിസോണ്ടൽ ഷിയർ അല്ലെങ്കിൽ ഷിയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതിന് നമുക്ക് P ആയിട്ടാണ് എടുത്തേക്കണല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻസ് സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0, സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0, സം ഓഫ് മൊമെൻറ്റ്സ് ഈസ് ഈക്വൽ ടു 0. ഇതിൽ സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് നമുക്ക് എടുക്കാം, കാരണം നമുക്കിവിടെ ആക്ട് ചെയ്യുന്നതെല്ലാം ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്. അപ്പോൾ നമ്മളത് കൺസിഡർ ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇൻറ്റീരിയർ കോളത്തിൽ 2Pയും എക്സ്റ്റീരിയറിൽ P എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളത് നോട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ എല്ലാ ഫോഴ്സസിൻ്റെയും സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് നോക്കുകയാണെങ്കിൽ
നമുക്കറിയാമല്ലോ എങ്ങനെയാണ് എടുക്കണേന്നുള്ളത്. അപ്പോൾ അത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ Q+R എന്ന് പറയുന്നത് റൈറ്റിലേക്ക് മൂവ് ചെയ്ത 2 ഫോഴ്സസാണ്. അപ്പോൾ ആ 2 ഫോഴ്സസ് നമ്മൾ പ്ലസ് ആയിട്ട് എടുക്കാം, പ്ലസ് സൈനാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ Q+R. ഇനി നമുക്ക് ആക്ട് ചെയ്യുന്ന നെക്സ്റ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഷിയറാണ്. ഷിയറിന് നമ്മൾ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അവിടെ വരുന്ന അതായത് ഷിയർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സസിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് ഈ ഹൊറിസോണ്ടൽ ഷിയർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ ആദ്യം P ആണ് വരുന്നത്, പിന്നെ 2P, വീണ്ടും 2P, അത് കഴിഞ്ഞിട്ട് ഒരു Pയും കൂടെ വരും. 2 എക്സ്റ്റീരിയറും 2 ഇൻറ്റീരിയറും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ Q+R മൈനസ് P മൈനസ് 2P മൈനസ് 2P മൈനസ് P ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിൽ Q+Rനെ നമ്മൾ ഒരു സൈഡിലേക്ക് എടുക്കുക, ഈക്വൽ ടു ചെയ്തിട്ട് ബാക്കിയുള്ള ഫോഴ്സിനെല്ലാം അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് Q+R ഇസ് ഈക്വൽ ടു 6P എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന P, അതായത് നമ്മളുടെ ഹൊറിസോണ്ടൽ ഷിയർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റുക, അവിടെയുള്ള ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സസിനും ഡിവൈഡഡ് ബൈ, അതായത് Q+R ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ ഇതുപോലെ നമുക്ക് P കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം നമുക്ക് എന്തായാലും ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇത്ര വാല്യൂവും തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഷിയർ കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മളിതിൽ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പോർട്ടൽ ഫ്രെയിം മെത്തേഡിൻ്റെ അനാലിസിസ് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ ഫ്രെയിം ഷോൺ ഇൻ ഫിഗർ ബൈ പോർട്ടൽ ഫ്രെയിം മെത്തേഡ്. നമുക്കിവിടെ ഒരു ഫ്രെയിം തന്നിട്ടുണ്ട്, ABCD എന്നാണ് ഫ്രെയിമിൻ്റെ പേര്. ഈ ഫ്രെയിമിനെ നമ്മൾ പോർട്ടൽ ഫ്രെയിം മെത്തേഡിൽ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ C എന്ന് പറയുന്ന പോയിന്റിൽ ഒരു 20 kN ലോഡ് തന്നിട്ടുണ്ട്. അതുപോലെ കോളത്തിൻ്റെ ഹൈറ്റ് അത് DB അല്ലെങ്കിൽ C എന്ന് പറയുന്ന ആ കോളത്തിൻ്റെ ഹൈറ്റ് 6 മീറ്റർ ആയിട്ടും AB അല്ലെങ്കിൽ CD എന്ന് പറയുന്ന ആ ഒരു പോയിന്റ്, CD എന്ന് പറയുന്ന ബീമിൻ്റെ ലെങ്ത് ആയിട്ട് നമുക്ക് എടുക്കാം, അത് 4 മീറ്റർ ആയിട്ട് തന്നിട്ടുണ്ട്. പ്രോബ്ലം ചെയ്യുന്നത് നമ്മൾ കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസംഷൻസ് എല്ലാം എഴുതാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള അസംഷൻസ് അതുപോലെ തന്നെ എടുത്ത് എഴുതാം. ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ ഈസ് അറ്റ് മിഡ് പോയിന്റ് ഓഫ് ഓൾ മെമ്പേഴ്സ്. സെക്കൻഡ് അസംഷൻ എന്ന് പറയുന്നത് ഷിയർ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഇൻറ്റീരിയർ കോളംസ് ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ദി എക്സ്റ്റീരിയർ കോളംസ്. ഈ 2 അസംഷൻസ് നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു തിയറി പഠിച്ചപ്പോൾ. ആ 2 അസംഷൻസും എടുത്ത് എഴുതാം. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഷിയർ ഇൻ കോളംസ്. അതായത് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഫ്രെയിമിൽ കോളത്തിലുണ്ടാവുന്ന ഹൊറിസോണ്ടൽ ഷിയർ എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കതിന് വേണ്ടിയിട്ട് ആ ഒരു ഫ്രെയിമിനെ ഒന്ന് എടുത്ത് വരയ്ക്കാം. അപ്പം ഞാനിവിടെ വരയ്ക്കുമ്പം നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള ഈ ഒരു ABCD എന്ന് പറയുന്ന ഫ്രെയിമിനെ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് ആ സെൻട്രൽ പോയിൻ്റ് തുടങ്ങി മുകളിലേക്കുള്ള ഈ ഒരു പോർഷൻ മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന പോയിൻറ്റിനെ നമ്മൾ മിഡ് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അത് അതുകൊണ്ടാണ് M1, M2 അതുപോലെ M3 എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷനെല്ലാം നമ്മളിങ്ങനെ നോട്ട് ചെയ്യുന്നത്. നമുക്കിത് വേറെ ഏത് ലെറ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ചില ടെക്സ്റ്റ് ബുക്സിലൊക്കെ നോക്കുകയാണെങ്കിൽ O എന്നൊക്കെ ആയിരിക്കും എടുക്കേണ്ടാവുക. അപ്പോൾ അത് എങ്ങനെയായാലും കുഴപ്പമില്ല. നമുക്കിവിടെ 1, 2, 3 എന്ന് പറഞ്ഞാൽ 3 പോയിൻറ്റ്സ് ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ. ഇനി അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പം M1, M2, M3 എന്ന് പറയുന്ന 3 പോയിൻറ്റ്സ് ഉണ്ട്. അതുപോലെ CD എന്ന് പറയുന്ന 2 പോയിൻറ്റ്സിനെയും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ വരുന്ന ലോഡ് 20 kN എടുത്തിട്ടുണ്ട്. ഇനി P എന്ന് പറയുന്നതാണ് നമ്മളുടെ ഷിയർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഷിയർ എന്ന് പറയുന്നത്. അപ്പോൾ Pനെ നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആൻസേഴ്സ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടുത്തെ കേസിൽ ഇവിടെ 20 വരുന്നുണ്ട്. ഇതാണ് 3 എന്ന് പറയുന്ന M3, ഇത് M1, ഇത് M2 എന്ന് പറഞ്ഞ് നമ്മളെടുത്തേക്കുന്നത്. എപ്പോഴും നമുക്കറിയാം എക്സ്റ്റീരിയർ കോളംസ് ആണെങ്കിൽ P ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് ഷിയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി അത് ഇൻറ്റീരിയറിലോട്ടാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു അഡീഷണൽ ഒരു കോളം ഉണ്ടെങ്കിൽ നമുക്കത് 2P ആയാനേ. പക്ഷെ നമ്മുടെ കേസിൽ നമുക്കിവിടെ ഇല്ല, അങ്ങനെ ഒരു കോളം ഇല്ലാത്തത് കാരണം കൊണ്ട് നമുക്കിവിടെ P എന്ന് പറയുന്ന 2 ഫോഴ്സ് എക്സ്റ്റീരിയർ കോളംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ 2 ഷിയർ റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് എടുക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടാം, 20 പോസിറ്റീവായിട്ടായിരിക്കും, കാരണം റൈറ്റ് സൈഡിലോട്ടാണ്. ഇനി ഷിയർ എപ്പോഴും എന്തായിരിക്കും, ലെഫ്റ്റിലോട്ടായിരിക്കും വരിക. എവിടേക്കാണോ നമ്മളുടെ കയ്യിലുള്ള ഫോഴ്സസ്, അതിലുള്ള ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും നമുക്ക് ഷിയർ റെസിസ്റ്റൻസ് വരാം. അപ്പോൾ നമ്മളത് നോക്കുകയാണെങ്കിൽ 20 മൈനസ് P മൈനസ് P, ഇത് രണ്ടും മൈനസ് ആയിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 20 ഈക്വൽ ടു 2P എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ Pയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ എത്ര കിട്ടും, 10 kN എന്ന് പറഞ്ഞ് കിട്ടും.
തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോളം മൊമെൻറ്റിൻ്റെ കാൽക്കുലേഷനാണ്. അപ്പോൾ അതിൻ്റെ കോളം മൊമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് അസംഷൻ പോലുള്ള കുറച്ച് കാര്യങ്ങൾ എടുക്കാം. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ കോളത്തിൽ ആക്ട് ചെയ്യുന്ന എല്ലാ മൊമെൻറ്റ്സും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും, ബീമിൽ ആക്ട് ചെയ്യുന്ന എല്ലാ മൊമെൻറ്റ്സും ക്ലോക്ക് വൈസിലായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. കാരണം ഇതൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്ന ടൈമിൽ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും മാർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഇവിടുത്തെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ABCD എന്ന് പറയുന്ന കോളം ഞാൻ എടുത്തു. അപ്പോൾ ആ കോളത്തിൽ സെൻട്രൽ പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ M1 M2 M3 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു. ഇനി 20 kN നമുക്കവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ ഡയറക്റ്റ് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൊറിസോണ്ടൽ ഷിയർ നമ്മൾ ആദ്യത്തെ കേസിൽ എപ്പോഴും എന്താണ് ലെഫ്റ്റ് സൈഡിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് എന്തായിരിക്കും, റൈറ്റിലോട്ടായിരിക്കും പോവുക. ഇത് നമുക്ക് പണ്ട് തുടങ്ങി പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അതൊന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മളെ ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും മൊമെൻറ്റ്സ് മാർക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞിരുന്നു കോളംസ് ആണെങ്കിൽ എപ്പോഴും നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നുണ്ടാവുക. അതാണ് ഇവിടെ നമുക്ക് MACയും MCA മാർക്ക് ചെയ്തു. അതുപോലെ MBDയും MDBയും മാർക്ക് ചെയ്യാൻ പോണത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ്. ഇനി ബീമിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബീമിലെല്ലാം എന്തായിരിക്കും, ക്ലോക്ക് വൈസിലായിരിക്കും മാർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നോക്കണം, നമ്മൾ ഒരു ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന വഴി നമ്മൾ എടുക്കുന്ന സൈൻ മാറിപ്പോകും. അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത് ബീം ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, എല്ലാം ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ കോളം ആണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം നെഗറ്റീവ്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. ക്ലോക്ക് വൈസ് ഡയറക്ഷനും അതുപോലെ തന്നെ തിരിച്ചാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും. അപ്പോൾ നമ്മൾ മറക്കാൻ പാടില്ല. ഇനി അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മളിനി കാൽക്കുലേഷൻ ചെയ്യാനായിട്ട്. കാൽക്കുലേഷൻ ചെയ്യുന്ന ടൈമിൽ ഓരോന്നെടുത്ത് ചെയ്യാം. അപ്പം ഞാനിവിടെ ആദ്യം ഈ മിഡ് പോയിൻറ്റിൻ്റെ മുകളിലേക്കുള്ള രീതിയിലാണ് എടുക്കുന്നത്. കാരണം ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ പോയിൻറ്റിലാണല്ലോ. മിഡ് പോയിൻറ്റിൻ്റെ മുകളിലേക്ക് എടുക്കാം. അങ്ങനെ മിഡ് പോയിൻറ്റിൻ്റെ മുകളിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ABCDനെ ഫ്രെയിമായിട്ട് ഇങ്ങനെ വരച്ചു. നമ്മൾ ആദ്യമേ വരച്ചിരുന്ന സെയിം ഫിഗർ തന്നെ. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ MCA ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എയിൽ നിന്ന് സിയിലേക്ക് നമുക്ക് ആകെ അറിയാവുന്ന കാര്യം 10 kN എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്കൊരു ഷിയർ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് MACയും MCAയും കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് രണ്ടും നമുക്കറിയാം എന്തായാലും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ MAC = MCA എന്ന് എഴുതാം. ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്, മൊമെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫോഴ്സ് ഏതാണ്, ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ഷിയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10 എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വേണ്ടത്, ആൻറ്റി ക്ലോക്ക് വൈസിലാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ -10 ഇൻറ്റു എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, 3 എന്ന് പറയുന്നതാണ് നമ്മളുടെ ഡിസ്റ്റൻസ്. എന്തുകൊണ്ടാണ് 3 വന്നത്, ടോട്ടൽ ഡിസ്റ്റൻസ് 6 ആണ്, നമ്മളതിന് ഹാഫ് എടുത്തു. അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ -10 ഇൻറ്റു 3 അതായത് -30 ആയിരിക്കും MCAൻ്റെ വാല്യൂം MACൻ്റെ വാല്യൂം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പുറത്തെ സൈഡിലുള്ളത്, അതായത് നമ്മുടെ റൈറ്റ് സൈഡ് നോക്കാം. അതിൽ DB ആണ്. അപ്പോൾ MBDയും MDBയും സെയിം ആയിരിക്കും. അതും ഇതുപോലെ തന്നെ ഷിയർ ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ വരാം, -10 ഇൻറ്റു 3 അതും 30 kN കിട്ടും. നമുക്കറിയാം റൈറ്റിലേക്കുള്ള നമ്മൾ പോസിറ്റീവായിട്ട്, ലെഫ്റ്റിലേക്കുള്ള നമ്മൾ നെഗറ്റീവായിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. ഇനി നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ബീം മൊമെൻറ്റ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം കോളം മൊമെൻറ്റ്സിനെ കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ബീം മൊമെൻറ്റ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാം. ബീം മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഓൾറെഡി വന്നിട്ടുള്ളത് ആൻറ്റി ക്ലോക്ക് വൈസിലെ വാല്യൂസാണ്. ബീമിലേക്ക് വരുമ്പോൾ എന്താവും, ക്ലോക്ക് വൈസിലേക്കാവും. അങ്ങനെയാണെങ്കിൽ MCD എന്ന് പറയുന്നത് എന്തായിരിക്കും, -MCA ആയിരിക്കും. അപ്പോൾ നമുക്ക് എളുപ്പമാണ്. കാരണം ആൻറ്റി ക്ലോക്ക് വൈസിലുള്ളൊരു മൊമെൻറ്റിനെ വേറെ ഫോഴ്സുകളൊന്നും അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ആ മൊമെൻറ്റ് തന്നെയായിരിക്കും നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ആ മൊമെൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസിലുള്ളൊരു മൊമെൻറ്റ് മുകളിലേക്ക് എത്തുമ്പോൾ എന്താകും, ക്ലോക്ക് വൈസിലേക്ക് മാറും. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ MCD = -MCA ആണ് വരാം. അതായത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കത് പ്ലസ് ആയിട്ട്, അതായത് ക്ലോക്ക് വൈസിലായിരിക്കും വാല്യൂ കിട്ടുക. അങ്ങനെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ -30 എന്നുള്ളത് ബീമിലേക്ക് എത്തുമ്പോൾ 30 ആവും. അങ്ങനെ നമുക്ക് രണ്ട് വാല്യൂ 30 എന്ന് കിട്ടി. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ഷിയർ ഇൻ ബീംസ് ആണ്. ബീമിലെ ഓരോന്നിലെ ഷിയർ നമ്മൾ കണ്ടുപിടിക്കണം. 30 ആണ്. ഡിയിൽ നിന്ന് സിയിലേക്കും +30 ആണ്. അതും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഷിയർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, റിയാക്ഷൻസ് ആദ്യം കണ്ടുപിടിക്കാം. ഈ റിയാക്ഷൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇവിടെ മൊമെൻറ്റ്സ് ആണ്. മുന്നൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ചെയ്യണം. പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് മൊമെൻറ്റ്സിനെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 30
പ്ലസ് 30 എന്നുള്ളതാണ് മൊമെൻറ്റ്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, ഇവിടെയുള്ള ബാക്കിയുള്ള ഫോഴ്സസ് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ആർ ഡി എന്ന് പറയുന്ന വാല്യൂ ഇൻറ്റു 4 ആണ് ഡിസ്റ്റൻസ്, നമ്മൾ സിയിലേക്കാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആർ ഡി ഇൻറ്റു 4 ഡിസ്റ്റൻസ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർ ഡിൻ്റെ വാല്യൂ 15 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അത് അപ്വേർഡാണ് കിട്ടുക, അതായത് പോസിറ്റീവായിട്ടാണ് നമുക്ക് വാല്യൂ കിട്ടുക. ഇനി ആർ ഡി പ്ലസ് ആർ സി എന്ന് പറയുന്നത് ഇവിടെ വാല്യൂ ഒന്നുമില്ല, അപ്പോൾ നമുക്ക് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ ആർ സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, -15 എന്ന് കിട്ടും. ഇതാണ് നമ്മൾ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഷിയറിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പാണ്, ലാസ്റ്റ് അല്ല 6th സ്റ്റെപ്പ്. അത് ആക്സിയൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ളതാണ്. ആക്സിയൽ ഫോഴ്സ് ഇൻ കോളംസ്, ബീമിൽ ഷിയർ ഫോഴ്സും അതുപോലെ കോളത്തിൽ ആക്സിയൽ ഫോഴ്സുമാണ് കണ്ടുപിടിക്കുന്നത്. ആക്സിയൽ ഫോഴ്സ് നമ്മുടെ സി എ എന്ന് പറയുന്നൊരു കോളം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആക്സിയൽ ഫോഴ്സസ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ഷിയർ ഇൻ സി ഡി. സി ഡിയിൽ ഉണ്ടാകുന്ന ഷിയറിനോട് ഈക്വൽ ആയിരിക്കും. നമ്മളിങ്ങനെ നോക്കിയാൽ മതി, സി എ എന്ന് പറയുന്നത് ഇതാണ്, ഇതിൽ ആക്സിയൽ ഫോഴ്സ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ഷിയർ ഇൻ സി ഡി. ഈ ഒരു സെക്ഷനിൽ ഉണ്ടാവുന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആക്സിയൽ ഫോഴ്സ് ഇൻ ഡി ബി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഡി സി ഉള്ള ഈ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിൽ ഉണ്ടാവുന്ന ഷിയറായിട്ട് ഈക്വൽ ആയിരിക്കും. അതെങ്ങനെയാണ് വരുന്നതെന്നാണ് നമുക്കിവിടെ ഫിഗർ വെച്ച് കാണിച്ചേക്കുന്നത്. ഫിഗർ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ വരച്ചേക്കുന്ന സെയിം ഫിഗർ തന്നെയാണ്. ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു സെക്ഷൻ മാത്രമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഓരോ സെക്ഷനും നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. സി എയിൽ ഉണ്ടാവുന്ന ആക്സിയൽ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു സിയിൽ നിന്ന് ഡിയിലേക്ക് പോകുന്ന ഷിയർ. അതായത് ഇപ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത്, 15 കിലോ ന്യൂട്ടൺ ആയിരിക്കും. അതായത് ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ കണ്ടുപിടിച്ചത്, അതായിരിക്കും അവിടെ വരിക. അത് എത്രയാണ്, ആർ സി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കിട്ടിയേക്കുന്നത്, -15 എന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ വാല്യൂ. സെയിം പോലെ തന്നെ ആക്സിയൽ ഫോഴ്സ് ഇൻ ഡി ബി എന്ന് പറയുന്നത് ഷിയർ ഇൻ ഡി സി ആണ് വരിക. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പഠിച്ചു വെക്കണം. നമുക്ക് ഇങ്ങനെയാണ് കാൽക്കുലേഷൻസ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കാമെന്നുള്ളൊരു പ്രൊസീജിയറാണ്. അത് എല്ലാ ക്വസ്റ്റ്യനും ചോദിക്കില്ല, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനനുസരിച്ച് നമ്മളത് കൊടുക്കാം. ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം പോയിന്റ് ഓഫ് കോൺട്രാക്ട് ഫ്ലെക്ചർ വരുന്ന പോയിൻറ്റ്സിൽ, അങ്ങനെയുള്ള പോയിൻറ്റ്സിൽ നമുക്ക് എപ്പോഴും എന്തായിരിക്കും, എനി മൊമെൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഓൾറെഡി മൊമെൻറ്റ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് അത് മാർക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ടുള്ളൊരു ഡയഗ്രമാണ് ഈ വരച്ചേക്കുന്നത്. ഇതെല്ലാ ക്വസ്റ്റ്യനിലും ചോദിക്കണം എന്നില്ല.